ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്ന വീമിൻ കുക്കിന്റെ മിനി എഫിന്റെ നെക്സ്റ്റ് പാർട്ടാണ്. അടിയെ സക്കാളത്തി നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു, പിള്ളേരെ തമ്മിൽ തല്ലിച്ചിട്ട് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാനാ മക്കളെ, മഴയായിട്ട് പനി പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. ആ പനിയോട് കൂടി ഞാൻ റെക്കോർഡ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് വാക്കുകളൊന്നും തിരിയത്തില്ല. അതാ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാൻ. എന്നാലും പനി മാറട്ടെ, തൊണ്ടയൊക്കെ കുറച്ച് റെഡി ആകട്ടെ എന്നോർത്ത്. അപ്പൊ എല്ലാരോടും സോറി, കൂടുതൽ സംസാരിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ എപ്പിസോഡിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡ് എവിടെയായിരുന്നു നിർത്തിയത്? നമ്മളെ ടീക്കുക്ക് തമ്മിൽ ചെറിയൊരു സ്റ്റണ്ടൊക്കെ നടത്തിയിട്ട് ഇനി എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് നിന്നെ വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ്ക്കനെ പറഞ്ഞു വിട്ടല്ലേ. അതേസമയം ഇവിടെ യൂമിനാണെങ്കിൽ ഭയങ്കര റൊമാൻസ് ആണ്. ഇവരുടെ റൊമാൻസ് ഡയലോഗിൽ നിന്ന് തന്നെ നമ്മുടെ ജിന്നിന് കാര്യങ്ങൾ ഏകദേശം എല്ലാം പിടികിട്ടി. ജെക്കെ ആണെങ്കിൽ തയങ്ങനെ ചതിക്കൊന്നുമല്ല, അവന്റെ മനസ്സിൽ ഇഷ്ടം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഡ്രാമയൊക്കെ നടത്തിയെന്നുള്ള സത്യമെല്ലാം മനസ്സിലാക്കി ജിന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവൻ ഇനി എന്നിട്ട് തയാങ്കിനോട് ഇതൊക്കെ പറയോ, അതോ തയാങ്കിനെ സങ്കടപ്പെടുത്തിയതിന് ജെക്കെനെ ഇത്തിരിയിട്ട് കറക്കോ എന്നൊക്കെ നമുക്ക് ഈ എപ്പിസോഡ് പോയി നോക്കാം. മേ ബി എനിക്ക് തോന്നുന്നു ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളു, അത് ഫൈനൽ എപ്പിസോഡ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ ഉള്ള സ്റ്റോറിയിൽ അങ്ങനെയാണ്, ഇനിയിൽ അറിയില്ല. എന്തായാലും നമുക്ക് ഇനി ജിന്ന് എന്ത് ചെയ്യുമെന്ന് പോയി നോക്കിയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ തയാക്കാണെങ്കിൽ ജിമിന്റെ കോള് കണ്ടിട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇതെന്താണ്, ജെക്കെ എന്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറുന്നു, കിസ് ചെയ്യുന്നു, ജിമിന്റെ പേരെന്തിനാ പിന്നെ വൈഫി എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരുമാതിരി കൺഫ്യൂഷൻ ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ടെറസിലോട്ട് പോവാണ്. തയാങ്ക് റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതും അവിടോട്ട് വന്ന് കയറുന്ന വേറെ ആരുമല്ല, നമ്മുടെ യോങ്കിയാണ്. ഫോൺ അടിക്കുന്ന കേട്ടതും യോങ്കി വന്ന് നോക്കുമ്പോ വൈഫി. യോങ്കി ഭയങ്കര ഹാപ്പിയാണ്. ഹലോ വൈഫി. യോങ്കി പറയടാ. ജിമിന. യോങ്കി ബാറ് വരുന്ന വരുമോ? എന്തിന് ഇപ്പൊ എന്തിനാ എന്റെ വൈഫിക്ക് എന്നെ കാണണം? ഡാഡിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. യോങ്കി അതൊന്നും അല്ല, പെട്ടെന്ന് വരുമോ? സീരിയസ് ആയിട്ടൊരു കാര്യമാണ്, ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. തയം കൊണ്ടോടുത്ത്. ഇല്ല ആരുമില്ല. എന്താണെങ്കിലും എന്റെ വൈഫ് പറഞ്ഞു. പറയുന്ന കേക്ക് യോങ്കി, ഒന്ന് വരുമോ ബാറിലോട്ട്? എന്താടാ, അത്യാവശ്യമാണോ? അത്യാവശ്യമാണ്, സീരിയസ് ആണ്, ജെക്കയുടെ കാര്യം. ശരി എന്നാ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നേരെ യോങ്കി ബൈക്ക് എടുത്തോണ്ട് പോകും. ഇതേ സമയത്താണ് നമ്മുടെ ജിന്നും തയാങ്കും മോളിൽ നിന്ന് സംസാരിക്കുന്ന കാണുന്നത്. യോങ്കി ഇങ്ങനെ രാത്രി പോകുമ്പോഴേക്കും ജിന്നിന് ഭയങ്കര ഡൗട്ടാണ്. ജിന്നോണ്ട് തന്നെ അവനോട് പോവാ, ഇപ്പൊ സമയം 10:30 ആയല്ലോ. എനിക്കറിയില്ല ജിൻ. അറിയില്ലേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ, റൂമിലോട്ട് വെക്കോ. എന്റെ റൂമിലാണ് നടക്കുന്നത്. അല്ല, ഞാൻ ജെക്കയുടെ കൂടെ. എന്നാ നീ വെക്കോ എന്ന് പറഞ്ഞിട്ട് നേരെ തയാങ്കിനെ പറഞ്ഞു വിട്ടിട്ട് ജിന്നിന് ചെറിയൊരു സംശയം യോങ്കിയുടെ മേലെ. അതുകൊണ്ടാണ് ജിന്ന് നേരെ കാർ എടുത്ത് യോങ്കിനെ ഫോളോ ചെയ്ത് വന്നിട്ട് ആ ബാറിൽ വരുന്നത്. അങ്ങനെ ബാറിൽ വരുന്നത് കൊണ്ടാണ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ജിന്ന് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്നത്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്യുന്നത് പ്രസന്റിലാണ്. ഇപ്പൊ ജെക്കെ ആണെങ്കിൽ ഒരു ടാക്സിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. തയാങ്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൻ ഒരുമാതിരി ഭയങ്കര സാഡായിട്ടാണ് പോകുന്നത്. എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് നിന്നെ വെറുപ്പാണ്, ഐ ഹേറ്റ് യു, നിന്നെ പോലൊരുത്തനെയാണ് സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ഷെയിമാണ് എന്നൊക്കെ തയാങ്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ജെക്കയുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ജെക്കാണ് ഭയങ്കര സങ്കടമാണ്. സത്യമൊന്നും അവനോട് പറയാനും പറ്റിയില്ല. ഞാൻ അവനെ എത്തുമാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാനും പറ്റിയില്ല. ഇവൻ എന്തുവാണ് എന്നുള്ള രീതിയിൽ എങ്ങനെ ഇവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ ജെക്കെ ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് തയാങ്കിനെ ഫോൺ ചെയ്യും, ഒത്തിരി വട്ടം ഫോൺ ചെയ്യും. തയാങ്കാണ് കോള് കട്ട് ചെയ്ത് വിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെയും ജെക്കെ കോൾ ചെയ്യും, തയാങ്ക് കട്ട് ചെയ്ത് വിടും. തയാങ്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നതനുസരിച്ച് ജെക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. തയാങ്ക, എന്താടാ ഇത്? എന്താടാ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിനക്കിപ്പോ വയ്യുന്നുണ്ടോ? എന്നെ നിനക്ക് മനസ്സിലാകത്തില്ലടാ. ഇത്രയും വർഷം നീ എന്നോട് ചോദിച്ചല്ലോ ജിമിനെ മനസ്സിലാക്കാം, ഇത്രയും നാളും കൂടെ നടന്ന് നിന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന്. തന്നെ എനിക്കിപ്പം നിന്നോടും ചോദിക്കാനുള്ളത്, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലടാ ഒരിക്കൽ പോലും. ജെക്കെക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോന്ന് നീ ചിന്തിച്ചിട്ടില്ലല്ലേ? നിന്നെ ഞാനിനി എന്ത് പറഞ്ഞാ മനസ്സിലാക്കുന്നത്? എന്നിട്ട് നേരെ ഫോൺ എടുത്തിട്ട് തയാങ്കിനോട് പറയും, താങ്ക്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ നീ കോളേജ് വരുമ്പോ എനിക്കൊരു 1/2 മണിക്കൂർ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ അടുത്ത് പറയാം. എന്നിട്ട് നീ തന്നെ തീരുമാനിക്കും എന്നോട് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് കാറിന്റെ ബാക്കിലത്തെ സീറ്റിലായിരിക്കുന്ന നേരെ പുറകോട്ട് കിടക്കും. ഒരുമാതിരി സാഡായിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴേക്കും പുറത്ത് നല്ല മഴയാണ്. ഈ മഴ കാണുമ്പോഴേക്കും ജെക്കയ്ക്ക് ഒന്നും കൂടെ ഭയങ്കര സങ്കടമാണ്. ജെക്കയുടെ മനസ്സിൽ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ മിന്നിമായുന്ന ഒരുപാട് ചിത്രങ്ങൾ. തയാങ്ക് സ്കൂൾ യൂണിഫോമിൽ സൈക്കിൾ ഓട്ടി ഒരു സിഗ്നലിൽ കൂടെ പോകുന്നത്, ജിമിനും ജെക്കയും കൂടെ സൈക്കിൾ ഓട്ടി എവിടേക്കോ ഇങ്ങനെ അലഞ്ഞടക്കുന്നത്, കുറെ സ്കൂളുകളുടെ വാതൊക്കെ നിൽക്കുന്നത്, കുറെ കോളേജുകളുടെ വാതൊക്കെ നിൽക്കുന്നത്, എന്തൊക്കെയോ കുറെ ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ മിന്നി മാഞ്ഞോണ്ടിരിക്കുകയാണ്. ഭയങ്കര സാഡായിട്ട് തയാങ്ക, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. സത്യം പറയാലോ,
നീ എപ്പോഴും പറയല്ലോ JK ഭയങ്കര ദേഷ്യക്കാരനാണ്, വഴക്കാളിയാണ്, ഭയങ്കര ധൈര്യശാലിയാണ് എന്നൊക്കെ. ആ ധൈര്യമൊക്കെ മറ്റുള്ളവരോടെ ഉള്ളു തേങ്ങ, നിന്റെ അടുത്തില്ല. ഉണ്ടെങ്കിൽ ഈ 5 വർഷമായിട്ട് ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഈ സത്യങ്ങളൊന്നും എനിക്ക് നിന്നോട് പറയാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പം നിനക്കെന്നെ കാണണ്ട, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നു നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു. നീ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പം അകന്നപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നു നിന്നെ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെട്ടു. താങ്ക് ഐ ലവ് യു, റിയലി ലവ് യു. എനിക്കൊരു ചാൻസ് കൂടി നീ തന്നില്ലല്ലോ, എനിക്ക് എന്താ പറയാനുള്ളതെന്ന് നീ കേട്ടില്ലല്ലോ തേങ്ങ. അതാ എന്നെ സങ്കടപ്പെടുത്തുന്നത്, എന്നെ തളർത്തിക്കളയുന്ന അതാ തേങ്ങ. നീ എൻ്റെ കണ്ണി നോക്കി പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു. ഈ ഒരു വാക്ക് നിന്റെ അടുത്തൊന്ന് കേൾക്കാൻ മേലാത്തോണ്ടാ ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. നീ എന്നെ റിജക്റ്റ് ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാ ഈ 5 വർഷം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത് തയങ്ക. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ സൈക്കിളെ ഒട്ടി എൻ്റെ മുന്നിൽ കൂടെ പോയ നിന്റെ രൂപം. എന്ത് ക്യൂട്ടായിരുന്നെന്നറിയോ തയങ്ക എന്ന് പറഞ്ഞ ഇവിടുന്ന് നേരെ സീൻ കട്ട് ചെയ്യുന്ന ഒരു 5 വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് ആണ്. ജിമിനും JK എന്ന് പറയുന്ന കുട്ടിക്കാലം തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവരുടെ പപ്പകൾ രണ്ടുപേരും കൂടെ ബിസിനസ്സുകളെല്ലാം പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ നല്ല കൂട്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. JKക്ക് അറിയാത്ത ഒന്നുമില്ല ജിമിനെ കുറിച്ച്, ജിമിന് അറിയാത്ത ഒന്നുമില്ല JK കുറിച്ച്. അങ്ങനെ രണ്ടുപേരും നല്ല കെട്ട ഫ്രണ്ട്സ് ആയിട്ട് സ്കൂളിൽ +1 പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം കാറിലിങ്ങനെ വരുവാണ്. ഭയങ്കര മഴ, നല്ല സിഗ്നല്. ഒരു സിഗ്നലിൽ ഇങ്ങനെ കിടക്കുവാണ്. JK, നിന്റെ ബ്രദർ ഉണ്ടല്ലോ, അവനെ കൂടാണെങ്കിൽ ഭയങ്കര ശല്യമാണ്. ആര്? യൂങ്കിയ? എന്തുവാണ്? ഇന്നലെ ഞാൻ ബാത്റൂമിൽ പോയപ്പോ അവിടെ പിടിച്ചു വെച്ച് എനിക്ക് കിസ്സടിച്ച്. എനിക്കെന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, കിസ്സടിച്ചെന്ന് പറഞ്ഞിട്ട് നീ ചിരിക്കുവാണല്ലോ. നിനക്ക് ദേഷ്യം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ ജിമിന. JK, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഭയങ്കര ശല്യമാണ്, ഇഷ്ടമാണെന്നും പറയത്തില്ല, ചുമ്മാ അവിടെ ഇവിടെ വെച്ച് പിടിച്ച് കിസ്സടിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഓ, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും, കംപ്ലൈന്റ് ചെയ്യും, വീട്ടിൽ പപ്പയോട് പറയാം. ഞാൻ പറയട്ടെ പപ്പയോട്? വേണ്ട, പപ്പയോടൊന്നും പറയണ്ട, പിന്നെ സീനാവും. ഓ അങ്ങനെ സീനാകും. JK, നീ ഒരുമാതിരി കളിയാക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, എനിക്ക് ദേഷ്യമാണ് യൂങ്കിനെ കാണുമ്പോഴേ. ഓ, നിനക്ക് യൂങ്കിനെ കാണുമ്പോഴാണോ ദേഷ്യം, അതോ അവനെന്ന് ക്ലാസ് കട്ട് ചെയ്ത് സ്കൂളിൽ വരാഞ്ഞതിന്റെ ദേഷ്യമാണോ ഈ കാണുന്നത്? JK, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഓഹോ, എനിക്കറിയാടാ, നിന്റെ ബുക്കിൽ ഞാൻ പലതവണയും കണ്ടിട്ടുണ്ട് യൂങ്കിയുടെ ഫോട്ടോസൊക്കെ. അതൊക്കെ എന്തിനാ മോനെ പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത്? ഓ, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ? എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളു കാര്യം. ആണെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അല്ലടാ, എന്ത് സാധനം അവന് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ? ചുമ്മാ അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ പിടിച്ച് വരയ്ക്കുക, കിസ്സടിക്കുക, ഇത് തന്നെ. ഇതിന് ഞാൻ എന്ത് വിചാരിക്കണ്ടേ? അവൻ ചിലപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്, ഇഷ്ടമാണ്. നീ അതൊക്കെ മനസ്സിലാക്കിക്കണം. ഏതെല്ലാം അവനങ്ങനെ എല്ലാവരും പുറകെ പോകുന്ന ടൈപ്പൊന്നും അല്ല. ആദ്യമായിട്ട് അവൻ ഒരാളോട്ട് ക്ലോസ് ആവുന്ന കാണുന്നത്. ഓ, അവൻ ഞാനുമായിട്ട് ക്ലോസ് ആവുന്നെങ്കിലും സ്കൂളിലൊക്കെ എന്ത് വേണം, പിള്ളേർ മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിന് മുമ്പ് യുങ്കി മാരിമീ എന്ന് പറഞ്ഞ് നടക്കുക. കാണുമ്പോൾ ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ദേഷ്യം വരും. ഇതാ മോനെ ജലസ് എന്ന് പറയുന്നത്. ഇതാണോ ജലസ്? എന്നതാ JK, നീ ആരെ സെറ്റാക്കാത്ത? ഓ, എനിക്ക് ഇംപ്രസ് വരുന്ന പോലെ ആരെയും കണ്ടിട്ടില്ലടാ. ഓ, കണ്ടിട്ടില്ലേ? സ്കൂളിലൊക്കെ കുറെ പെൺപിള്ളേരുണ്ടല്ലോ പുറകെ. ഓ, അവരൊന്നും കാണുമ്പോ ഒരു ഫീൽ ഇല്ലടാ. അത് വരണ്ടേ? അത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴാണ് ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ വീഴും. ആ സിഗ്നലിൽ കൂടെ ആ ചാറ്റ മഴയില് ഒരു യൂണിഫോം ഒക്കെ ഇട്ട് ഒരു ചെറുക്കൻ പതുക്കെ പേടിച്ച് സൈക്കിൾ ചവിട്ടി ക്രോസ് ചെയ്യുന്ന ഇത് കാണുമ്പോ JK ഇങ്ങനെ ആ ചെറുക്കനെ തന്നെ നോക്കി നിൽക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ തയാങ്കാണ്. തയാങ്കിനെ കണ്ടതും JK ഒന്നും മിണ്ടാ നിൽക്കുന്ന കാണുമ്പോ ജിമിൻ, എന്താ JK, എന്തോ പറഞ്ഞോണ്ട് വന്നെയാണല്ലോ, എന്തുവാ നീ നോക്കുന്നത്? ഇവനാരെയാ നോക്കുന്ന? കിടവിനെയോ? ഇനി ഇവൻ ആന്റിയിലെ ഉറങ്ങാനും ആണോ? JK, ജിമിന, എന്താണ് നോക്കുന്നത്? ഒന്നുമില്ലടാ, സിഗ്നൽ വീണു. ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്ക് പെട്ടെന്ന് മിന്നി മാഞ്ഞങ്ങ് സൈക്കിൾ ഓട്ടി പോവും. JK ആണെങ്കിൽ തയാങ്കിനെ എത്തി നോക്കും, പക്ഷെ അത്രയും ഭാഗത്ത് മാത്രമേ കാണാവുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും വണ്ടി വന്ന് ബ്ലോക്ക് ആയിട്ട് എടുക്കുവാണ്. അങ്ങനെ JKയും ജിമിനും കൂടെ സംസാരിച്ച് നേരെ വീട്ടിൽ ചെല്ലും. അന്ന് രാത്രി JK കിടന്നിട്ട് JKക്ക് ഉറക്കം വരത്തേയില്ല. ആരായിരിക്കും? ഏത് സ്കൂളായിരിക്കും പഠിക്കുന്നത്? യൂണിഫോം ആണല്ലോ ഇട്ടത്. ബട്ട് അവന്റെ ഒരു ഗ്ലാമറിൽ ഞാൻ യൂണിഫോം ശ്രദ്ധിച്ചില്ല. നനഞ്ഞ മുടി, എന്തുവായിരുന്നു അവൻ? ഓ, പേടിച്ചുള്ള ആ ഒരു പോക്ക്. ആരായിരിക്കും അവൻ? ആരാന്ന് കണ്ടുപിടിക്കണല്ലോ. ജിമിനോട് പറഞ്ഞാലോ?
പറയല്ലേ. എന്നും പറഞ്ഞ നേരെ ഫോൺ എടുത്ത് ജിമിന് ഫോൺ ചെയ്യുമ്പോഴെല്ലാം ജിമിൻ ബിസി. ഇവനിത് ആരും പാതിരാത്രി കിടന്നോണ്ട് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ജെക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കുമ്പോ എല്ലാം ജിമിൻ ബിസിയാണ്. ഏറ്റവും കലിപ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ബെഡിലോട്ട് മാറ്റിയിട്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ തയാങ്കിനെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ജിമിൻ തിരിച്ചു വിളിക്കും. ഹലോ ജെക്കെ, വിളിച്ചായിരുന്നോടാ? മൈരേ, എത്ര വഴമായിട്ട് കിടന്ന് വിളിക്കോടാ? നീ ആരുടെ പാതിരത്തിൽ കിടന്ന് വിളിക്കുന്നത്? നിന്റെ അമ്മായച്ചനെ? എന്റെ അമ്മായച്ചനല്ലടാ, നിന്റെ കസിൻ ബ്രദറെ. യോങ്കിനെയാ? യോഗിനെ വിളിച്ച? എവിടുന്ന്? ഞാൻ അങ്ങോട്ട് വിളിച്ചു. നിനക്ക് എന്താടാ ജിമിന? പിന്നെ സ്കൂളിൽ വരണ്ടേ? സ്കൂളിൽ വരാൻ പനിയാണോ എന്തെങ്കിലും ആണോന്ന് അറിയണ്ടേ? അത് ഇന്ന് ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പറഞ്ഞു നീ എന്നിട്ട് ഇഷ്ടമൊന്നും? പറഞ്ഞില്ല, പുള്ളിയും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു എന്താ വരാഞ്ഞേന്ന്. അവനിന്ന് വേറെന്തോ പ്രോഗ്രാമിന് പോയിരിക്കായിരുന്നു. വല്ല പെമ്പിള്ളാർ സെറ്റ് ആയി കാണും. വല്ല പെമ്പിള്ളാരുവാ. നീ ഇപ്പൊ ഈ പാതിരത്തിൽ എന്നെ വിളിച്ചത് ഇത് പറഞ്ഞോണ്ട് എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ലല്ല എടാ, അത് പിന്നെ നമ്മളൊന്ന് കാറി ക്രോസ് കിടന്നില്ലേ, അപ്പം ക്രോസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു എന്ത് ആ കിളവിയാണ്. ചെക്ക് നീ ആന്റി ലവറാണ്. എനിക്ക് അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു. നീ ഒരു പെമ്പിളാരെ മൈൻഡ് ചെയ്യത്തില്ല, ഒരു ചെറുക്കന്മാരെ മൈൻഡ് ചെയ്യത്തില്ല. നിന്റെ ടേസ്റ്റ് വളരെ മോശമാണ്. എടോ, ഇതേ പാതിരാത്രി ഞാൻ വല്ല 2-3 ഞാൻ ഒന്നിച്ച് വിളിക്കും കേട്ടോ, പറഞ്ഞേക്കാം. ആന്റി ലവർ നിന്റെ മറ്റവൻ യൂങ്കി, അവനിന്ന് അവിടെ പോയല്ലോ, വല്ല ആന്റിയെ കറക്റ്റ് ചെയ്യാൻ പോയതായിരിക്കും. ദേ ചെക്കെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ യോങ്കിനെ എല്ലാം പറഞ്ഞുണ്ടല്ലോ. അങ്ങനെ. എടാ അതൊക്കെ വിടും. ഞാൻ പറഞ്ഞതെന്ന് പറയാം. സിഗ്നലി ഒരു സ്കൂൾ യൂണിഫോം ഇട്ട് ഒരു ചെറുക്കൻ സൈക്കിളോട്ടി പോകുന്നുണ്ടായിരുന്നു. സൈക്കിള് ചവിട്ടി ചെറുക്കൻ ഞാൻ ശ്രദ്ധിച്ചില്ലടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കടാ, നല്ലപോലെ ഒന്ന് ആലോചിക്കും ജിമിന. നമ്മള് സിഗ്നലിൽ കിടക്കുമ്പോൾ ക്രോസ് ചെയ്ത് പോയെന്ന് ഓർക്കുന്നില്ലേ? ഇല്ലടാ, ഞാൻ ഓർക്കുന്നില്ല. ഏത് യൂണിഫോം ആയിരുന്നു? അടാ യൂണിഫോം, അതാടാ പണി കിട്ടിയത്. കുറച്ച് സ്പേസിലല്ലേ കാണാൻ പറ്റുള്ളൂ. ഏത് സ്കൂൾ യൂണിഫോം ആണെന്ന് പിടികിട്ടിയില്ല. അങ്ങനെ. അല്ല, ഇപ്പൊ എന്തിനാ ചെറുക്കനെ കുറിച്ച് പറഞ്ഞത്? അത് നീ എന്നോട് ചോദിച്ചില്ലേ ആരുടെങ്കിലും ക്രഷ് ഉണ്ടോന്ന്? എനിക്ക് അവനെ എന്തോ ഒരു ക്രഷോ അട്രാക്ഷനോ എന്തോ, അവരാരാണ് എന്താണ് എന്നൊക്കെ അറിയാനൊരു ആഗ്രഹം. ജെക്കി, സെറ്റ്. നിനക്ക് സംഭവം സ്റ്റാർട്ട് ചെയ്തടാ. ലവ്സ് ആണോടാ? ലവ്സ് പോടാ. ലവ് ഒന്നും അല്ലടാ, ഒരു ക്രഷ്, അട്രാക്ഷൻ, അത്രയൊക്കെ ഉള്ളൂ. അട്രാക്ഷൻ ആയിട്ടാണ് നീ പാതിരാത്രി എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത്? അത് ഞാൻ ആ ചെറുക്കനെ കണ്ടതുപോലും ഇല്ല. മിന്നായം പോലെ കണ്ട ചെറുക്കനെ കുറിച്ച് നീ വിളിച്ചു പറയുന്നത്? അപ്പൊ ഇത്ര നേരം നീ അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ ജെക്കെ? ആടാ, അത് റൂമിൽ ഒന്ന് ഫ്രഷ് ആയി വെട്ടിക്കിടന്നപ്പോ എന്താന്നറിയത്തില്ലടാ, അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. സൂപ്പർ. നാളെ നമുക്കൊരു കാര്യം ചെയ്യാം. അതേ സമയത്ത് അതേ സിഗ്നലിൽ പോയി അവനെ പിക്ക് ചെയ്യാം. എങ്ങനെയുണ്ട്? അവനെ കണ്ടുപിടിക്കാൻ നോക്കാം. അവിടെ ഇറങ്ങി നോക്കാം. താങ്ക് യു ജിമിന, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ച്. ലവ് യുടാ. അവിടെ ഇരിക്കട്ടെ. നീ ആ യോങ്കിയോടും എല്ലാം പറ, എന്നെ ആരെങ്കിലും പുറകെ നടക്കുന്നുണ്ട്, എനിക്ക് വല്ല ക്രഷ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഇളക്ക്. അവൻ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യട്ടെ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, നീ എന്നെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ സമാധാനമുള്ള കേസോട്ടല്ലേടാ. കൂട്ടിക്കിടക്കുന്ന കിളിയല്ലേ, നമുക്ക് എപ്പോ വേണമെങ്കിലും പിടിക്കാം. നമുക്ക് നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ജെക്കെ, ശരി, ഗുഡ് നൈറ്റ്. നാളെ സിഗ്നലിൽ കാണാം. ശരിടാ ജിമിന, ബൈ. കോള് വെച്ച് നമ്മുടെ ജെക്കയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. നാളെ സിഗ്നലിൽ പോയിട്ട് തയാങ്ങനെ നേരിട്ട് കാണാം. അവൻ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കട്ടിലേക്ക് കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ടൈം സ്കിപ്പായി പിറ്റേഴ്സായി. വൈകുന്നേരം ആകുമ്പോഴേക്കും ജിമിനും ജെക്കയും നേരെ ആ ക്രോസിൽ വന്നിട്ട് റോഡിലിറങ്ങി മാറി നിൽക്കുവാണ്. തയാങ്ക് വരുമ്പോഴേക്കും തയാങ്കിനെ കാണാനായിട്ട് നിന്ന് ടൈം 5 ആയി, 6 ആയി, 6:30 ആയി, 7 ആയി. എന്നിട്ടും തയാങ്ക് വരുന്നില്ല. തയാങ്കിനെ കാണുന്നുമില്ല. ഒരുമാതിരി ജിമിനൊക്കെ ആണെങ്കിലും മടുപ്പായി തുടങ്ങി. ഇത്രയും സമയമായില്ലേ? ഹേയ് ജെക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്നതിന് മുമ്പ് അവൻ പോയിന്ന്. ആടാ, ഇത്ര നേരമായിട്ടും അവനെ കാണുന്നില്ലല്ലോ. നീ സങ്കടപ്പെടണ്ട, ഒരു കാര്യം ചെയ്യും, നമുക്ക് നാളെ ഉച്ചയാകുമ്പോൾ ക്ലാസ് ആയിട്ട് വരാം. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമിനും ജെക്കയും കൂടെ നേരെ വീട്ടിൽ പോകും. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേ ക്ലാസ് കട്ട് ചെയ്ത് ആ ക്രോസിന്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. തയാങ്കിനെ നോക്കി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും തയാങ്കിനെ കാണത്തില്ല. പിന്നെ ഇവരൊരു കാര്യം ചെയ്യും, സ്കൂളുകൾ ഫുൾ ഏത് യൂണിഫോം ഓർമ്മയില്ലല്ലോ. സ്കൂള്, കോളേജ്, സർവ്വ സ്ഥലത്തും തയാങ്കിനെ തപ്പി നടക്കും. പക്ഷെ തയാങ്കിനെ എങ്ങും കാണത്തില്ല. കുറെ നാളൊക്കെ ആകുമ്പോഴേക്കും ജെക്കയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്താന്ന്. കുറെ നാൾ കഴിഞ്ഞ് അങ്ങനെ +1 ഫുള്ളും തപ്പിടന്നിട്ട് ഒന്നും ജെക്കയ്ക്ക് തയാങ്കിനെ എവിടാണ് എന്താണ് ഒന്നും കണ്ടെത്താൻ പറ്റും. അങ്ങനെ ജെക്ക ഒരു ദിവസം ഭയങ്കര സാഡായിട്ടിരിക്കുമ്പോഴാണ് ജിമിൻ പറയുന്നത്, നീ അവനെ കണ്ടിട്ടുണ്ടല്ലോ, അവൻ എങ്ങനെയായിരിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴാണ് ജെക്കയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ തയാങ്കിന്റെ പിക്ചറൊക്കെ വരയ്ക്കും ആ സൈക്കിളിൽ അതേപോലെ തന്നെ. പിന്നീട് പോകുമ്പോ എല്ലാം ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോയും കൊണ്ടാണ് പോകുന്നത്. ഈ ചെറുക്കൻ എവിടാന്നറിയാവോ, അറിയോ എന്ന് ചോദിച്ചിട്ട് സ്കൂളുകളും കോളേജുകളും
ഒക്കെ ഓട്ടോകളും ടാക്സി അങ്ങനെ സർവ്വമായ ആൾക്കാരുടെ അടുത്തൊക്കെ തപ്പും. പക്ഷെ നമ്മുടെ തയാങ്കിനെ അവിടെ നിന്നും കാണത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തയാങ്ക് സ്കൂളിൽ പോകുന്നത് സൈക്കിളിലല്ല, ജിന്നാണ് എപ്പോഴും കാറിൽ കൊണ്ടുവിടുന്നത്. അന്ന് ജിന്ന് വരാഞ്ഞത് കൊണ്ട് മാത്രം അന്നൊരു ദിവസത്തേക്ക് സൈക്കിളിൽ പോയതാണ്. ഇവര് തപ്പി നടക്കുന്ന ഒന്നും കാണത്തില്ല. ഇവര് തപ്പി ഷോപ്പിലൊക്കെ നടക്കുമ്പോഴും റോഡ് നടക്കുമ്പോഴൊക്കെ ഇവരെ സിഗ്നലിലും സൈഡിൽ കൂടെ ഒക്കെ കാറിൽ നമ്മുടെ തയാങ്ക് പോകും. തയാങ്കിനെ ഇവര് തിരിഞ്ഞു നോക്കുകയോ കാണുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ 2 വർഷവും കടന്നുപോയി. ജെക്കെയാണ് പല രീതിയിലും തയാങ്കിനെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കും. ഒരു രീതിയിലും വിവരം കിട്ടത്തില്ല. ജിമിൻ പറയും അവൻ വിദേശത്ത് വല്ലതും പഠിക്കാൻ പോയി കാണും എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ജെക്കെനെ കൂളായിട്ട് നിർത്തും. പക്ഷെ ജെക്കയ്ക്ക് ഭയങ്കര സങ്കടമാണ്. എന്നും വന്നിട്ട് തയാങ്കിന്റെ ഫോട്ടോ നോക്കിയിട്ട് പറയും, നീ എവിടെയാടാ നീ ഇരിക്കുന്നത്, നിന്നെ കാണണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാഡായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. നിങ്ങൾ ബിസിനസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ UK പോകണം, ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബിസിനസ് നിങ്ങളല്ലേ നോക്കി നടത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഷറുണ്ട്. അങ്ങനെ ജെക്കയും ജിമിനും കൂടെ വിദേശത്ത് പോയി ബിസിനസ് പഠിക്കാനൊക്കെ വീട്ടുകാരെ നിർബന്ധപ്രകാരം സമ്മതിക്കും. ഈ സമയത്താണ് നമ്മുടെ യുങ്കി നേരെ ജിമിന്റെ വീട്ടിൽ വന്ന് ഡയറക്റ്റ് ആയിട്ട് യുങ്കിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങ് എൻഗേജ്മെന്റ് നടത്തും. വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കല്യാണം നടത്താം എന്നുള്ള രീതിയിൽ. അന്ന് എൻഗേജ്മെന്റ് അന്ന് ജെക്കയും ജിമിനും മാത്രമായിട്ട് എടുത്ത പിക്ക് കണ്ടിട്ടാണ് നമ്മുടെ ജിന്നാണെങ്കിൽ ഇവരുടെ എൻഗേജ്മെന്റ് ആണ് നടന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചത്. അങ്ങനെ എൻഗേജ്മെന്റ് തിരക്ക്, വിദേശത്ത് പോകാനുള്ള തിരക്കൊക്കെ ആയിട്ട് ജെക്കയും ജിമിനും ഭയങ്കര ബിസിയാണ്. ഇനി അവർക്ക് വിദേശത്തോട്ട് പോകാനായിട്ട് 2 ദിവസം മുമ്പ് ജെക്കെ രാവിലെ ജിമിനെ വിളിക്കും. ഹലോ ജിമിന, നീ റെഡി ആയിട്ടിരിക്കും, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടൊക്കെ ഇല്ലേ, ഞാൻ നേരെ നിന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് യുങ്കിയായിട്ട് ഷോപ്പിംഗ് എല്ലാം നടത്തി എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു വെക്കാം, നീ റെഡി ആയിട്ടിരിക്കും, കിടന്ന് ഉറങ്ങുവാണോ? എന്തുവാ ജെക്കെ, എഴുന്നേക്കടാ, എഴുന്നേറ്റ് ഒരുങ്ങിക്കേ, സാധനങ്ങളെല്ലാം മേടിക്കണ്ടേ? ശരി ശരി, ഞാൻ ഒരുങ്ങാം, നീ എപ്പോൾ വരും? ഞാനൊരു അരമണിക്കൂർ, ഞാൻ റെഡിയായി, ഞാൻ ഇറങ്ങാൻ പോവാം, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ വരും. ശരി ശരി, ഞാൻ ഒരുങ്ങാം എന്നും പറഞ്ഞിട്ട് കണ്ണും തിരുമ്പി നമ്മുടെ ജിമ്മി ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നേ ഉള്ളൂ. ജിമ്മി നേരെ ഫ്രഷ് ആയിട്ടിരുന്നിട്ട് 1 മണിക്കൂറായി 2 മണിക്കൂറായിട്ട് നമ്മുടെ ജെക്കനെ കാണുന്നില്ല. ഫോൺ എടുത്തോണ്ടായിരുന്നു ജിമ്മി നേരെ ജെക്കനെ വിളിക്കും. ഹലോ ഹലോ ജെക്കെ, എവിടെയാടാ? ഞാൻ എപ്പോഴും റെഡി ആയിക്കുവാ. അത് പിന്നെ ജിമിന, എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ കാറ് പിന്നെ അവിടെ സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ട് നേരെ വന്ന ബസ്സിൽ കയറി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. വീട്ടിൽ വന്നിട്ട് നമുക്ക് അവിടുന്ന് കാർ എടുത്തോണ്ട് പോകാം. ഓ, കാറ് പണിയായോ? നീ എന്നാ വല്ല ടാക്സി വിളിച്ചു വരണ്ടായിരുന്നോ? താമസിക്കത്തില്ലേ? ഓ, ടാക്സി വിളിക്കാനൊന്നും ഇല്ലടാ, കാറിൽ നിന്ന് ഇറങ്ങിയത് ബസ് വന്ന് ഇനി അങ്ങോട്ട് 2-3 സ്റ്റോപ്പല്ലേ ഉള്ളൂ. അടുത്ത് നമ്മുടെ കോളേജിന്റെ സ്റ്റോപ്പാ, അത് കഴിയുമ്പോൾ വിട്ടു വരുമല്ലോ. ശരി എന്നാ വാ, ഞാനെന്നാ കാർക്ക് റെഡിയാക്കി നിർത്താൻ പറയാം. ശരി ശരി, ഞാനിപ്പോ വരും എന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയിട്ട് ജെക്കെ ഇങ്ങനെ ബസ്സിന്റെ സൈഡിലത്തെ സീറ്റ് ഇങ്ങനെ ഇരുന്ന് വരുവാണ്. ഓ, ഇതും കൊള്ളാം. നമ്മൾ ഈ കാറും ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, ബസ്സിൽ അങ്ങനെ കയറിയിട്ടില്ല, പക്ഷെ ഇതും കൊള്ളാം, ഇത് നല്ല വൈബാ എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് നമ്മുടെ ജെക്കയുടെ ഒക്കെ കോളേജ് ആണല്ലോ അത്. ആ കോളേജിന്റെ വാതിക്കാണ്. നോക്കുമ്പോഴാണ് നമ്മുടെ തയാങ്ക് കോളേജിലോട്ട് കയറി പോകുന്നത്. ഇത് കാണുമ്പോഴേക്കും ജെക്കയ്ക്ക് ഭയങ്കര സന്തോഷം. ഇത് അവനല്ലേ, അവൻ ആണെങ്കിലോ എന്ന് പറഞ്ഞ ബസ്സിൽ നേരെ ചാടി ഇറങ്ങി കോളേജിലോട്ട് കയറുമ്പോഴാണ് തയാങ്ക് അവിടെ ജോയിൻ ചെയ്യാൻ വന്നയാന്ന് അറിയുന്നത്. ഇത് കാണുമ്പം ജെക്കയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അയ്യോ, ഇവൻ ആരാ? നേരെ ഓഫീസിലോട്ട് എന്നിട്ട് ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തു നോക്കും. അയ്യോ, ഇവനെ തപ്പിയാണോ? തയാങ്ക ഐ ലവ് യുടാ, അതിന്റെ തപ്പി ഞാൻ എത്ര വർഷം നടന്നെന്നറിയാവോ? ഇനി നിന്നെ വിടത്തില്ല വിദേശത്തോട്ടോ. ഇന്ന് ഗോഡ്, താങ്ക് യു ഗോഡ്, ദൈവമായിട്ടാണ് നിന്നെ എന്റെ മുന്നിൽ കൂടെ നിർത്തിയത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പോയിരുന്നെങ്കിൽ നിന്നെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇന്ന് ദൈവം നിന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നീ എന്റെയാടാ, നിന്നെ ഞാൻ സ്വന്തമാക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെക്ക് എന്ത് ചെയ്യും, അവിടെ തന്നെ അഡ്മിഷൻ എടുക്കും. ജെക്കയുടെയൊക്കെ കോളേജല്ലേ, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എല്ലാം എടുത്തിട്ട് ഇവിടെ നമ്മുടെ ജിമിനാണെങ്കിൽ ഒരുങ്ങിയിരിക്കുവാണ്. മണി 1 2 3 ഇത്ര നേരമായിട്ടും ജെക്കനെ കാണത്തില്ല. ബസ്സിൽ വരുവാന്ന് പറഞ്ഞ ഇവനെ ഇത്ര നേരമായിട്ടും കാണുന്നില്ല. വിളിച്ചിട്ടാണ് ഫോൺ കൊടുക്കുന്നില്ല. അവനോട് വരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജെക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നത്. ജിമിന, വാടാ പോവാം, നിനക്ക് വിദേശത്ത് പോകാനായിട്ട് ഷോപ്പിംഗ് ഒക്കെ ഉള്ളതല്ലേ? എന്ത് മനസ്സിലായില്ല? എനിക്ക് വിദേശത്തോ? അപ്പൊ നീ എന്താ വരുന്നില്ല? ഇല്ലടാ, ഞാൻ വരുന്നില്ല. ഞാൻ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അതെന്തിന്? വീട്ടിൽ സമ്മതിക്കോ? ഓ, ആര് സമ്മതിച്ചാൽ എന്തായില്ലെങ്കിൽ എന്താ, ഞാൻ അഡ്മിഷൻ എടുത്തടാ. നിനക്കിത് എന്ത് പറ്റി ജെക്കെ? ബസ്സിലെങ്ങാനും വന്ന് കമ്പിയിൽ വില ഓടിച്ച് കിളി പോയോ? അല്ലടാ, ഒരു സന്തോഷമുള്ളൊരു കാര്യം പറട്ടെ. തയാക്ക അതെന്തെന്നു? എടാ, നമ്മള് 2 വർഷമായിട്ട് തപ്പിടുന്നില്ലേ, അവന്റെ പേര് തയാങ്ങുന്ന. അത് നമ്മുടെ കോളേജിലാടാ. ഞാനിത് ബസ്സി വരുമ്പോഴേക്കും പോകുന്നത്. ഓ, എന്തൊരു ക്യൂട്ടാന്നറിയാവോ? നിനക്ക് ഫോട്ടോ കാണണോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ഫയലിലൊക്കെ കൊടുക്കുന്ന ഫോട്ടോസ് അല്ലേ, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ, ആ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കും. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ജിമിനും ഭയങ്കര സന്തോഷമാണ്. ജെക്കെ സൂപ്പർ, നമ്മളിനി ഈ കോളേജിലല്ലേ? എന്ത് നമ്മളാ? നീ പോകുന്നില്ലേ? നീ ഇല്ലാതെ ഞാൻ പോകുന്നില്ലടാ. ഞാൻ എന്തായാലും അവരോട് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ഇന്ന് പപ്പയോട് പറയും. പപ്പ പ്ലീസ്
പ്ലീസ് JK വരുന്നില്ലെന്ന് UKക്ക്, ഞാൻ ഒറ്റയ്ക്ക് പോകണം പ്ലീസ്, എനിക്ക് നമ്മുടെ കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്ത് തരുമോ? എന്ത്, നിന്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കാനോ? അത് നടക്കത്തില്ല. UK അവിടെ അല്ലേ, മാരേജ് കഴിയുന്നവർ രണ്ടുപേരും ഒരു സ്ഥലത്തൊന്നും പഠിക്കൊന്നും വേണ്ട, നീ നേരെ UKക്ക് പോക്കോ. പ്ലീസ് പപ്പ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ UKയുടെ മൈൻഡ് പോലും ചെയ്തില്ല, ഞാനും JK മാത്രം. വേണ്ട, അതിന് JKക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയോ? JK അഡ്മിഷൻ എടുത്തൊന്നും വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ പഠിക്കണ്ട, നീ UKക്ക് പോക്കോ. UK പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മാരേജ് അല്ലേ, രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത്, അതല്ല നമ്മുടെ കോളേജിലാണ് പഠിക്കുന്നെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണം. വേണ്ട, അതൊന്നും ശരിയത്തില്ല, അതുകൊണ്ട് നീ UKക്ക് പോക്കോ. ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമിനാണെങ്കിൽ ഭയങ്കര സാഡാകും. UK അവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ജിമിനെ അവിടെ പഠിപ്പിക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ജിമിൻ നേരെ UKക്ക് പോകുന്നത്. നമ്മുടെ JK നേരെ ഇവിടെ വന്ന് ഫസ്റ്റ് ഡേ, ബാക്കി കാര്യങ്ങൾ അറിയാലോ. ഫസ്റ്റ് ഡേ നമ്മുടെ തയാങ്ങിനെ കണ്ട് പരിചയപ്പെട്ട് പ്രത്യേകം പറഞ്ഞ് രണ്ടുപേരും ഒരു റൂമിലൊക്കെ ആക്കുന്നത്. JK ഇതെല്ലാം ഫുൾ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ്. ഫസ്റ്റ് തന്നെ ജാക്സന്റെ ഡ്രാഗിൽ നിന്ന് JK രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ തയാങ്ങും JKയും തമ്മിൽ നല്ല കമ്പനിയാവും. അങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടായിട്ടെങ്കിലും JKയുടെ മനസ്സിൽ പേടിയാണ് ഇവനെ പ്രപ്പോസ് ചെയ്യാൻ. അതിനുവേണ്ടി JKയും യുങ്കിയും കൂടെ ബോയ് ഫ്രണ്ട്സിനെ കണക്ക് കുറച്ച് നന്നായിട്ട് ആക്ട് ചെയ്ത് നോക്കും. പക്ഷെ തയാങ് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം തയാങ്ങിനെ സംബന്ധിച്ചിടത്തോളം JK, യുങ്കി, തയാങ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ബ്രദേഴ്സിനെ പോലെയാണ്. ഇവർ രണ്ട് ആക്ട് ചെയ്യുന്ന കാര്യം പോലും മനസ്സിലായില്ല. ഇങ്ങനെ പല രീതിയിൽ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കും, പ്രപ്പോസ് ചെയ്യാൻ അടുത്ത് വരെ പോവും, ഹഗ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെല്ലാം JKയുടെ മനസ്സിൽ പേടിയായിട്ട് JK അവിടെ വെച്ച് നിർത്തിയിട്ട് പോകും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ജിമിനെ കോൾ ചെയ്യും. ജിമിന, എങ്ങനെയുണ്ടാ അവിടൊക്കെ? സൂപ്പറാണോ? പിന്നെ അടിപൊളിയാ, എനിക്കിവിടെ കൂട്ടുകാരൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നല്ല രസമാണ്. നീ യുങ്കിയും കൂടെ അടിച്ചു പൊളിക്കുമല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാടാ, നിന്റെ തന്തപ്പടി നിന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടോട്ട് വിടാത്തതിന് ഞാനെന്തോ വേണം? ഹസ്ബൻഡ് എനിക്കിവിടെ മടുപ്പാ JK, 2 വർഷത്തെ കോഴ്സേ ഉള്ളൂ, ഞാനത് നിർത്തിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ചെയ്യും. ആടാ, അതാ നല്ലത്. പിന്നെ തയാങ്ങിന്റെ കാര്യം എന്തായി? അതൊന്നും ആയില്ലടാ, ഞാൻ അവനോട് പറഞ്ഞില്ല. ഞാനും യോഗിയും കൂടെ കപ്പിൾസാന്നുള്ള രീതിയിലൊക്കെ ആക്ട് ചെയ്ത്. പോട്ടൻ അതുപോലും മനസ്സിലാവുന്നില്ല. അവനൊരു ജലസം തോന്നുന്നില്ലടാ. എടാ, അതെങ്ങനെ തോന്നും? നിനക്കല്ലേ അവനോട് 2-3 വർഷമായിട്ട് ക്രഷ് ഉള്ളൂ. അവന് നിന്നെ കാണുമ്പോൾ അവൻ നിന്നെ ഫ്രണ്ടായിട്ടേ കാണത്തുള്ളൂടാ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 2 വർഷം കൂടെ കാത്തിരിക്കും. എന്തായാലും ഇത്രയും കാത്തിരുന്നില്ലേ, ഞാൻ നാട്ടിൽ വന്ന് കയറട്ടെ. പിന്നെ എന്നെക്കുറിച്ച് നീ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. അയ്യോ, അത് നടക്കത്തില്ലല്ലോടാ, ഞങ്ങൾ യോഗിക്ക് ഓൾറെഡി ആളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആളുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, അത് ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞില്ല, അവനോട്ട് അത് ചോദിച്ചില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അത് പറയണ്ട, ഞാൻ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഓക്കെ ജിമിന, നിന്റെ കാര്യമൊന്നും ഞാൻ അവനോട് പറയുന്നില്ല. എന്നാ നീ വെച്ചോ, അവന്റെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ JKയും കോൾ വെക്കും. അങ്ങനെയാണ് വർഷങ്ങളെല്ലാം കടന്നുപോയി. 2 വർഷം കഴിയും. അങ്ങനെ നമ്മുടെ ജിന് ഫസ്റ്റ് ഡേ കോളേജിലോട്ട് വരാൻ ഫ്രഷ് ആയിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനൊരു കോൾ വരും. വിളിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ JKയാണ്. ഹലോ ജിമിന. പറയടാ. അത് പിന്നെ നീ ഇന്ന് കോളേജ് വരുന്നില്ലേ? പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, ഞാൻ വരാതിരിക്കും. പിന്നെ നിന്റെ കോളേജിൽ റാഗിങ് ഒക്കെ ഉണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. പിന്നെ നീ അവിടെ ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാനുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണോ നീ വരുന്നത്? അല്ല, നിന്റെ കെട്ടിയവനോടുണ്ടെന്നുള്ള പ്രതീക്ഷയിലല്ലേ വരുന്നത്? ഒന്ന് വെക്കടാ. പിന്നെ നിനക്ക് എന്ത് ഹെൽപ്പാ വേണ്ടത്? അത് നീ ഏതായാലും കോളേജിലോട്ട് വാ, നമുക്ക് സംസാരിക്കാം. ശരി. JK ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തയാങ്ങിന്റെ കാര്യങ്ങളൊക്കെ ജിമിനോട് സംസാരിക്കാം, എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം എന്ന് വെച്ചിട്ട് ഹാപ്പി ആയിട്ടാണ് അന്ന് കോളേജ് വരുന്നത്. വന്ന് കയറുമ്പോൾ തന്നെയാണ് ജാക്സന്റെ ടീമുമായിട്ട് വഴക്കുണ്ടാക്കി 15 ദിവസത്തേക്കുള്ള സസ്പെൻഷൻ കിട്ടുന്നത്. അന്ന് വൈകിട്ട് നേരെ JK റൂമിൽ വന്നിരുന്ന് ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്ത് ചെയ്യും, ജിമിനോട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. തയാങ്ങിനോട് ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് ജിമിനെ കാണാൻ പോകും എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് തയാങ്കായിട്ട് ഇങ്ങോട്ട് വരും. അത് പിന്നെ JK, നമുക്കിന്ന് പാർട്ടി നടത്തിയാലോ? എന്തായാലും 15 ദിവസം സസ്പെൻഷൻ കിട്ടിയില്ല, ആഘോഷിച്ചാലോ? ഐഡിയ കൊള്ളാം. താങ്ക്. നീ ഒരു കാര്യം, ഇവിടെ ലൈറ്റും സോങ് ഒക്കെ സെറ്റപ്പ് ചെയ്യും, ഞാനും യുങ്കിയും ബാറി പോയി സാധനം എടുത്തോണ്ട് വരാം. എന്ത്? ഓക്കെ ജിങ്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ JKയും യുങ്കി കൂടെ നേരെ ബൈക്ക് എടുത്തോണ്ട് സാധനം എടുക്കാൻ പോകുന്ന വഴിയെല്ലാം ജിമിനെ കിടന്ന് വിളിക്കുകയാണ്. ഹലോ ജിമിന, നീ ബാറിലോട്ട് വാ, പെട്ടെന്ന് വാ, എനിക്ക് നിന്നെ കണ്ട് സംസാരിക്കണം. ശരി JK എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമിനും വരും ബാറിൽ. അങ്ങനെ ഇവര് 3 പേരും കൂടി ഇന്ന് സംസാരിച്ചിട്ടാണ് ഈ ഡ്രാമയും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കുന്നത്. നമ്മുടെ ജിമിന്റെ ഐഡിയ ആണ് കള്ളു കുടിച്ച് ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ JK തയാങ്ങിനെ കിസ് ചെയ്യുന്നതും അവന്റെ മനസ്സിലൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്നതും. അതിനുശേഷം ജിമിന് എൻട്രി കൊടുത്തിട്ട് അവനൊരു ജലസ് ഉണ്ടാക്കും. ഇതെല്ലാം നമ്മുടെ ജിമിന്റെ ഐഡിയ ആണ്. ഈ നടന്ന കാര്യങ്ങളെല്ലാം JK ഇപ്പൊ പ്രസന്റില് ടാക്സിയിൽ വരുമ്പോ ആലോചിച്ച് സങ്കടപ്പെട്ട് സാഡായിട്ട് വരുവാണ്. ഹേയ് തയാങ്, നീ എനിക്ക് സ്വന്തമാകാനാ ഞാൻ ഇതെല്ലാം ചെയ്തത്. 5 വർഷമായിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്.
പക്ഷെ എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു ഈ ജിന്നെന്ന് പറയുന്ന ആടെ എൻട്രി. അതാണ് എല്ലാത്തിനും കാരണമായത്. ഇനി നിനക്ക് ജിന്നിനോട് ഇഷ്ടമാണെന്നോർത്ത് ജിമ്മിനോട് ഞാൻ കുറച്ച് ക്ലോസ് ആയി. അതൊക്കെ ആയിരിക്കും നിന്റെ മനസ്സിൽ എന്നോട് ഇപ്പൊ ഇത്രയും ദേഷ്യം ഉണ്ടാകാൻ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജെക്കെ ആണെങ്കിൽ ഭയങ്കര സാഡായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് ബാറിനകത്ത് കാണിക്കുവാണ് നമ്മുടെ യോങ്കിയും ജിമിനും കൂടെ ഭയങ്കര ലവാങ്കിയാണ്. രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. യോങ്കി ആണെങ്കിൽ ജിമിനെ വെറുതെ വിടത്തില്ല, ചുമ്മാ ഇങ്ങനെ ടീസ് ചെയ്യുന്ന രീതി, കളിയാക്കി ഷൈ ആക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിമിൻ ഓർക്കുന്നത്, അയ്യോ യോങ്കി എന്താടാ ഡാഡിയുടെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കണം നിനക്ക്. ഛേ യോങ്കി, ഞാൻ വരാൻ പറഞ്ഞ ഇതിനൊന്നും അല്ല. പിന്നെ എന്തിനാ നീ വരാൻ പറഞ്ഞ? അക്കാര്യം ഞാൻ മറന്നുവല്ലോ, നീ എന്തിനാ ഇത് വരാൻ പറഞ്ഞത്? അത് പിന്നെ സോറി യോങ്കി, നീ വന്നിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞ കിസ്സൊക്കെ അടിച്ചപ്പോ ഞാനിത് മറന്നുപോയി. എന്താടാ? അത് പിന്നെ ഇന്ന് ജിൻ പ്രൊഫസർ വീട്ടിൽ വന്നായിരുന്നു. എന്ത്? ജിൻ പ്രൊഫസർ നിന്റെ വീട്ടിലോ? നിങ്ങൾ എന്നെ ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാക്കിട്ട് പോയല്ലോ, എനിക്ക് ലിഫ്റ്റ് തരാൻ വന്നേ. ഓ, എന്നിട്ട് ഹാളിൽ ഇരുന്ന് കോഫി കൊടുത്തായിരുന്നു. അപ്പോഴേക്കും എന്റെയും ജെക്കയുടെയും ഫോട്ടോ കണ്ട് ജോലിക്കാരുടെ അടുത്ത് ചോദിച്ചു ഇത് ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു. ജോലിക്കാര് പറഞ്ഞു എന്റെ എൻഗേജ്മെന്റ് ആണ്, 3 മാസം കഴിയുമ്പോ കല്യാണമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടതും പ്രൊഫസർ ഷോക്കായിട്ട് ജെക്കയുടെ എന്റെയും കൂടെയുള്ള പിക്ക് എടുത്തോണ്ടാ പോയത്. ഓ ജിമിനോ, ഇതല്ലേ നീ ആദ്യം പറയേണ്ടത്. പിന്നെ ഇത് ആദ്യം പറയാനല്ലേ വിളിച്ചത്. അപ്പൊ പിന്നെ ഡാഡി പിന്നെ എന്നോട് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ജേക്കനെ വിളിക്കാന്ന് പറഞ്ഞ നേരെ യോങ്കി ഫോൺ എടുത്ത് കോൾ ചെയ്യുമ്പോഴേക്കും റിങ് തൊട്ടടുത്ത് അടിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എന്തോ ജെക്കെ ഭയങ്കര സാഡായിട്ട് നേരെ വന്നിരുന്നതും മദ്യം ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. 1 കുപ്പി 2 കുപ്പി 3 കുപ്പി ഒന്നും മിണ്ടാതെ അങ്ങ് കുടിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇവനിങ്ങനെ കുടിക്കുന്നുണ്ട് യോങ്കിക്കും ജിമിനും പേടി വന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും. ഇവനാണെങ്കിൽ ഒരുമാതിരി കുടിച്ചു ഒരുമാതിരി ആയപ്പോഴേക്കും യോങ്കി, ഏയ് ജെക്കെ മതി ഒരുപാടായല്ലോ, നീ ഒന്നും വേണ്ടാതെ വന്നിരുന്നു ഇതൊരു വേണ്ടം കുടിക്കാനായിട്ട്. എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്നോ? ഇനി എന്ത് സംഭവിക്കാൻ? എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. തയാൻ കൊണ്ടല്ലോ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഐ ഹേറ്റ് യു. നിന്നെ പോലെ ഒരുത്തനെ ഉണ്ടല്ലോ, ഷെയിമാണെന്ന് അവന്. എന്നെ സ്നേഹിച്ചാൽ അവനത് ഷെയിമാണെന്ന് പറഞ്ഞു. എന്തിന്? എന്താ അവിടെ നടന്നത്? നീ അവനെ എന്തെങ്കിലും ചെയ്തു? ഞാൻ അവനൊന്നും ചെയ്തില്ല, അവനെല്ലാം അറിഞ്ഞു. ജിമിനും ഞാനും കൂടെ ഉള്ള ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇവനെ അറിയാവോന്ന്. എത്ര വർഷം മുമ്പ് അറിയാം. കോളേജിൽ വന്നപ്പം ഈ കാണിച്ചതെല്ലാം നാടകമല്ലായിരുന്നു, ഡ്രാമയല്ലായിരുന്നു. എന്നെ എന്തിനാ പറ്റിച്ചെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഐ ഹേറ്റ് യു, ഇറങ്ങിപ്പോക്കോളെ. ഞാൻ പോന്നടാ, ഞാൻ ടാക്സി വിളിച്ചാ വന്നത്. എന്തിനാ അമ്മായി വണ്ടി എടുത്തോണ്ട് പോകുന്നത്? അത് പിന്നെ ഞാൻ ജിമിനെ കാണാം. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നല്ലോടാ ജിമിന്. നിന്റെയും കാര്യം പറഞ്ഞു, നിന്നോട് മിണ്ടത്തില്ലായിരിക്കും. എടാ അതല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട് പറയാൻ. എന്താ ജിമിന? അത് പിന്നെ ജിൻ പ്രൊഫസർ ഇല്ലേ? ഓ അതൊന്നും സാരമില്ല, അതവന്റെ ബ്രദറാ. അതല്ലടാ, ജിൻ പ്രൊഫസർ ഇന്ന് എന്റെ വീട്ടിൽ വന്നായിരുന്നു. നമ്മൾ തമ്മിലുള്ള ഫോട്ടോ കണ്ട് എടുത്തോണ്ട് പോയി. ജോലിക്കാരി എന്റെ എൻഗേജ്മെന്റ് ആന്നൊക്കെ പറഞ്ഞു. എന്ത്? ജിന്ന്. അവൻ വന്നപ്പോ തൊട്ടേ എനിക്ക് തലവേദന. അപ്പൊ അവനായിരിക്കും തയാങ്കിനോട് പറഞ്ഞ. ചുമ്മാ അല്ല, അവൻ വന്നപ്പോ തൊട്ട് പറഞ്ഞത് ഒരു കാര്യം പറയാനുണ്ട്. അതിന് നിന്റെ എൻഗേജ്മെന്റ് ആണെങ്കിൽ എന്നോട് പിണങ്ങുന്നത് എന്തിനാടാ? അതിന് ജെക്കെ, ഇനി നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലോ പറഞ്ഞിരിക്കുന്നത്. അവനല്ലേ, അവൻ അതും പറയാം എന്റെ അപ്പുറം പറയും. അവൻ പറഞ്ഞില്ലെങ്കിലോ ഉള്ളത് അവൻ പറയുന്നവന്. അവൻ വന്നപ്പോ തൊട്ട ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം എന്നും പറഞ്ഞ ജെക്കെ ആണെങ്കിൽ ഫിറ്റായിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുവാണ്. ജെക്കെ ഇങ്ങനെ ഫിറ്റായിട്ട് ഇന്നിങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കുകയാണ്. സാടും ഒരുമാതിരി റിലയില്ലാതെ ഇവനിങ്ങനെ അങ്ങനെ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം സ്കിപ്പായി 1 മണി 1:30 ഇത്രയും ടൈമായിട്ടും നമ്മുടെ ജെക്കെ ആണെങ്കിൽ കുടിച്ചു തീർക്കുന്നില്ല. അവസാനം ബാറിൽ ആൾക്കാർ വന്നിട്ട് പ്ലീസ് സാറിനെ ഇവിടുന്ന് കൊണ്ടുപോകുമോ എന്ന് പറയാറായി. അങ്ങനെ ആയപ്പോഴേക്കും നമ്മുടെ യോഗിയും ജിമിനും കൂടെ ഒരു പരുവത്തിന് ജെക്കെനെ പിടിച്ച്, ജെക്കെ വരുന്നേ ഇല്ല, പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. കാറിൽ പോകുമ്പോഴെല്ലാം ജെക്കെ ആണെങ്കിൽ തയാങ്ങിന്റെ കാര്യം തന്നെയാ പറയുന്നത്. തയാങ്ക ഐ ലവ് യു തയാങ്ക, ഞാൻ ചെയ്ത തെറ്റായിപ്പോയി, ഈ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടിയാടാ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും കാലും ഒക്കെ എടുത്ത് പുറത്തൊക്കെ ഇടുവാണ്. ഇവന്റെ കളി കണ്ടിട്ട് ജിമിനും യോഗിക്കാണ് ദേഷ്യം വരുന്നുണ്ട്.
ജേക്കെ നാളെ ഒന്ന് നേരം വിളിക്കട്ടെ, ഞാൻ തന്നെ ചെന്നിട്ട് തയാങ്കരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. നീ ഒന്ന് അടങ്ങി കിടക്ക്. എന്ത് വാടാ ഇത്, ഒരു ബാറ് മുഴുവൻ കുടിച്ചിട്ടുണ്ടല്ലോ. ജിമിന ജിമിന, നീ എന്റെ മുത്തല്ലട, നീ അല്ലടാ പറഞ്ഞത് എന്റെ തയാങ്കിനെ എനിക്ക് സെറ്റാക്കി തരാന്ന്. ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞടാ. എന്റെ കണ്ണി നോക്കി പറഞ്ഞു. ജേക്കെ, എനിക്ക് നിന്നോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നിനക്ക് ജിമിനെ അല്ല ഇഷ്ടം. പക്ഷെ എനിക്ക് ഇപ്പൊ നിന്നോട് ദേഷ്യം. ഐ ഹേറ്റ് യു. ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞടാ. ഡോറ് വന്ന് തുറന്നു തന്നടാ. ഓ യോഗി, എത്രയും പെട്ടെന്ന് ഇവനെ ഒന്ന് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാ മതിയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ഭാരമായോ? നിങ്ങൾ എന്നെ ഹെയ്റ്റ് ചെയ്യണം. അയ്യോ, നാളെ നേരെ വെളുക്കുമ്പോ നിന്റെ തയാങ്കിൽ നിനക്ക് ഞാൻ സെറ്റാക്കി തരാം. നീ ഒന്നും മിണ്ടാതൊന്ന് വരാവോ? നീ ഇനി മിണ്ടിയാ ഞാൻ തന്നെ ഇന്ന് അവനോട് പറയും, അതെ ഇവൻ എന്റെ പുറകെ നടക്കുമായിരുന്നു. അയ്യോ അങ്ങനെ പറയല്ലേ ജിമിന, ഞാനിനി മിണ്ടത്തില്ലല്ലോ. എല്ലാം മിണ്ടത്തില്ല. എന്നാ മിണ്ടാതെ വാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജേക്കേനെ ജിമിനും യോങ്കിയും കൂടെ ഒരു പരുവത്തിന് പിടിച്ച് വലിച്ച് റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് ബെഡിൽ കിടത്തിയിട്ട്, ജേക്കെ ഞങ്ങളുണ്ട് പോവാ, നീ ഇവിടെ മര്യാദയ്ക്ക് കിടന്നോണം, ചുമ്മാ കിടന്ന് പിച്ചും പേയും പറയില്ല, ഇത് ഹോസ്റ്റലാ, നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ തന്നെ റൂൾസ് ഒന്നും തെറ്റിക്കാൻ പാടില്ല, നീ അത്രയ്ക്കും ബോധമില്ലാതെ വന്നിരിക്കുന്നത്. ജിമിന ഐ ഹേറ്റ് യു. ഓ എന്റെ പൊന്നെ, ഒന്ന് നിർത്ത്. നാളെ നേരം വിളിക്കുമ്പോ നിന്റെ തയങ്ങനെ ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. ഇവിടെ മര്യാദയ്ക്ക് ഇപ്പൊ കിടക്കോ? കിടക്കാടാ ജിമിന, നീ പറഞ്ഞ എനിക്ക് വിശ്വാസമാ, കിടക്കാം. അന്ന് അടങ്ങി ഇവിടെ കിടക്ക്, മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം എന്നും പറഞ്ഞിട്ട് യോഗിയും ജിമിനും കൂടെ നേരെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡോറ് പുറത്തു നടച്ചിട്ട് അവരങ്ങ് പോകും. ജേക്കാണ് അപ്പോഴും ബെഡിൽ കിടന്നിട്ട് പിച്ചും പേയൊക്കെ പറയാം. ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞ എന്റെ തയാങ്ക് ഐ ലവ് യുടാ. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പം നീ എന്ത് സുന്ദരനായിരുന്നറിയാവോ? സിഗ്നലിലൂടെ ചാറ്റ മഴ പേടിച്ച് സൈക്കിളോട്ട് നീ പോയ രൂപം ഇന്നും ഉണ്ടടാ എന്റെ കണ്ണി, എന്റെ മനസ്സിൽ. ഐ ലവ് യുടാ തയാങ്ക എന്നും പറഞ്ഞ് പിച്ചുമ്പയൊക്കെ പറഞ്ഞ് നമ്മുടെ ചേക്കാണെങ്കിൽ അങ്ങ് ഉറങ്ങും. അങ്ങനെ ടൈം സ്കിപ്പായി. പിറ്റേ ദിവസം രാവിലെ ആവും, മണി ഒരു 10-11 മണിയൊക്കെ ആവും. ജനലിക്കൂടാണെങ്കിൽ വെട്ടം വന്ന് നമ്മുടെ ജേക്കയുടെ മുഖത്തടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ജേക്കയ്ക്കാണെങ്കിൽ ഭയങ്കര തലവേന. അപ്പോഴാണ് ബോധം വീഴുന്നത്. കണ്ണ് തുറക്കാൻ വയ്യല്ലോ, ഇന്നലെ എന്തുവായിരുന്നു അടിച്ചത് എന്നും പറഞ്ഞിട്ട് തലയൊക്കെ ഇങ്ങനെ കയ്യും വെച്ചോണ്ടാണ് നമ്മുടെ ചേക്കെ പതുക്കെ ഇങ്ങനെ കണ്ണുറന്ന് നോക്കുമ്പോ തൊട്ടടുത്ത് ആരും ഹക്ക് ചെയ്ത് കിടക്കുന്നു. യോഗി നീ പോയില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് പതുക്കെ തല ഇങ്ങനെ വെട്ടിച്ച് നോക്കുമ്പോഴേക്കും തൊട്ടടുത്ത് ഹക്ക് ചെയ്ത് കിടക്കുന്ന ആരാ? നമ്മുടെ തയാങ്കിനെ കണ്ടതും ജേക്കെ ഷോക്കാവും. ഇന്നലെ നൈറ്റ് എന്താ സംഭവിച്ചത്? ഇന്നലെ നൈറ്റ് എന്റെ തല മൊത്തം ഇരുട്ട് കയറുന്നല്ലോ.